ജംഗിൾ ബുക്ക് ഭാഗം 5. അനിയ, എന്നെ അടച്ചിരുന്ന കൂട്ടിലെ പൂട്ട് ഞാൻ തകർത്തത് സത്യമാണെങ്കിൽ ഇതും സത്യമാണ്. എങ്കിൽ ഷേർഖാനെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് മൗഗ്ലി ഓടിപ്പോയി. ആൺകുട്ടികളായാൽ അങ്ങനെ വേണം, ബഗീര തന്നെത്താൻ പറഞ്ഞു. ഷേർഖാനെ, നിന്റെ അന്ത്യം അടുക്കാറായി, സൂക്ഷിച്ചോ, മൗഗ്ലി കാട്ടിലൂടെ കുതിച്ചു പായുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു. സന്ധ്യയ്ക്ക് മൂടൽമഞ്ഞ് കാടിനെ പുതപ്പിച്ചു തുടങ്ങിയപ്പോൾ അവൻ ഗുഹയിലെത്തി. അമ്മ ചെന്നായി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ ഉച്ഛ്വാസനിശ്വാസത്തിൻ്റെ വേഗതയിൽ പന്തികേട് തോന്നിയ അമ്മ ചെന്നായി ചോദിച്ചു, മോനെ, നിനക്ക് എന്തു പറ്റി? ഒന്നുമില്ലമ്മേ, ഷേർഖാനെ കുറിച്ച് ആരൊക്കെയോ എന്തെല്ലാമോ പറയുന്നു. ഇന്ന് രാത്രി താഴെയുള്ള പാടങ്ങളിലാണ് ഞാൻ ഇരപിടിക്കാൻ പോകുന്നത് എന്ന് അമ്മ ചെന്നായിയോട് പറഞ്ഞിട്ട് മൗഗ്ലി താഴേക്ക് ചാടി. കുറ്റിച്ചെടികൾക്കിടയിലൂടെ പുഴക്കരയിലെത്തി. അവിടെ നിന്ന് താഴ്വരയിലേക്ക് കുതിച്ചു. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. കാതോർത്തപ്പോൾ ചെന്നായിക്കൂട്ടത്തിൻ്റെ ബഹളവും കലമാനിൻ്റെ നിലവിളിയും തിരിച്ചറിഞ്ഞു. കലമാൻ തിരിഞ്ഞു നിന്ന് മുക്രയിട്ടുകൊണ്ട് ചെന്നായിക്കൂട്ടത്തെ എതിരിടാൻ ശ്രമിക്കുകയാണ്. ചെറുപ്പക്കാരായ ചെന്നായ്ക്കൾ രോഷത്തോടെ കുരയ്ക്കുന്നു. അഖേല, അഖേല, നേതാവിൻ്റെ ശക്തി കാണട്ടെ, സംഘത്തലവൻ ഒറ്റയ്ക്ക് നേരിടുന്നത് കാണട്ടെ, പിടിച്ചോ അഖേല, ചാടിക്കോ അഖേല. നേതാവ് ചാടിയെങ്കിലും കാലിടറിയെന്ന് തോന്നി. അവൻ പല്ലിറുമുന്നതും കലമാന്റെ മുൻകാലുകൾ കൊണ്ട് ചവിട്ടേറ്റ് അഖേല മോങ്ങുന്നതും കേട്ടു. മൗഗ്ലി കാത്തു നിന്നില്ല. താഴെ മനുഷ്യർ താമസിക്കുന്ന ഗ്രാമത്തിലേക്ക് അവൻ പാഞ്ഞു. ഒരു കുടിലിൽ ജനാലക്കരികിൽ കൂട്ടിയിട്ടിരുന്ന വൈക്കോലിൽ ചുരുണ്ടുകൂടി. എന്നിട്ട് അവൻ തന്നെത്താൻ പറഞ്ഞു, നാളെ എൻ്റെയും അഖേലയുടെയും ജീവിതത്തിലെ സുപ്രധാനമായൊരു ദിനമായിരിക്കും. അടുപ്പിൽ തീയെരിയുന്നത് അവൻ ജനാല വഴി നോക്കിക്കൊണ്ടിരുന്നു. കൃഷിക്കാരൻ്റെ ഭാര്യ ഇടയ്ക്കിടെ കറുത്ത ചില കഷ്ണങ്ങൾ അതിന് തീറ്റയായി നൽകുന്നതും കണ്ടു. നേരം പുലർന്നപ്പോൾ വെളുത്ത തണുത്ത മഞ്ഞ് ഭൂമിയെ ആവരണം ചെയ്തിരുന്നപ്പോൾ ആ വീട്ടിലെ ഒരു കുട്ടി അകത്തു ചെന്ന് ചെളി പൂശിയ ഒരു ചൂരൽ കുട്ടയുമായി അടുപ്പിനടുത്തേക്ക് നടക്കുന്നത് അവൻ കൗതുകത്തോടെ ശ്രദ്ധിച്ചു. കുട്ടയിൽ ചുട്ടുപഴുത്ത കൽക്കരി നിറച്ച് അതിനെ പുതപ്പിനുള്ളിൽ ഒളിപ്പിച്ച് പശുക്കൾക്ക് തീറ്റ കൊടുക്കാനായി ആ കുട്ടി തൊഴുത്തിലേക്ക് പോയി. ഇത്രയേ ഉള്ളൂ, മൗഗ്ലി ആത്മഹതം ചെയ്തു. ഒരു കൊച്ചുകുട്ടിക്ക് ഇത് ചെയ്യാമെങ്കിൽ പിന്നെ ഭയപ്പെടാനൊന്നുമില്ല. അവൻ ശബ്ദമുണ്ടാക്കാതെ കുട്ടിയുടെ പിന്നാലെ ചെന്ന് കൽക്കരി നിറച്ച ആ കുട്ട പിടിച്ചു വാങ്ങി ഓടിക്കളഞ്ഞു. കുട്ടി ഭയപ്പെട്ട് നിലവിളിക്കുന്നതും കേട്ടു. ഇവരെല്ലാം ശരിക്കും എന്നെപ്പോലെ തന്നെയാണല്ലോ, മൗഗ്ലി മനസ്സിൽ കരുതി. കൃഷിക്കാരൻ്റെ ഭാര്യ ചെയ്തതുപോലെ അവനും തീക്കനലിൽ ഇടയ്ക്കിടെ ഊതി. തീറ്റ കൊടുത്തില്ലെങ്കിൽ ഇത് ചത്തുപോകും എന്ന് പറഞ്ഞ് ഉണങ്ങിയ കമ്പുകളും ചുള്ളികളും ആ ചുവന്ന വസ്തുവിലിട്ടു. കുന്നു കയറുന്ന വഴി ബഗീരയെ കണ്ടു. പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ പതിച്ച് അവന്റെ കറുത്ത രോമക്കുപ്പായത്തിൽ പറ്റിയിരുന്ന മഞ്ഞുതുള്ളികൾ വൈഡൂര്യം കണക്ക് തിളങ്ങി. അഖേലയ്ക്ക് അബദ്ധം പിണഞ്ഞു. ബഗീര പറഞ്ഞു, ഇന്നലെ തന്നെ അവനെ കൊന്നുകളഞ്ഞേനെ. പക്ഷേ അവർക്ക് നിന്നെ കൂടി വേണം. കുന്നുകളിലെല്ലാം നിന്നെ അവർ തിരയുന്നുണ്ട്. ഞാൻ താഴെയുള്ള പാടങ്ങളിലേക്ക് പോയിരുന്നു. ഇത് കണ്ടോ? കയ്യിലിരുന്ന പാത്രം അവൻ ഉയർത്തി കാണിച്ചു. കൊള്ളാം, മനുഷ്യർ ഉണങ്ങിയ മരക്കൊമ്പുകൾ അതിലേക്ക് നീട്ടുന്നതും അറ്റത്ത് ചുവന്ന പൂക്കൾ വിരിയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്ക് പേടിയില്ലേ? ബഗീര മൗഗ്ലിയോട് ചോദിച്ചു. ഇല്ല, പേടിക്കുന്നതെന്തിന്? ഞാനൊരു ചെന്നായി ആകുന്നതിന് മുമ്പ് ഈ ചുവന്ന പൂവിനരികിൽ കഴിഞ്ഞിരുന്നത് ഒരു സ്വപ്നം പോലെ ഓർക്കുന്നു. അന്ന് എന്തു സുഖമായിരുന്നു, എന്തു ചൂടായിരുന്നു. അന്ന് പകൽ മുഴുവൻ മൗഗ്ലി തീപാത്രത്തിനരികിലിരുന്ന് അതിനെ പരിചരിച്ചു. ഉണങ്ങിയ ചില്ലകൾ അതിൽ കാണിച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് പരിശോധിച്ചു. കൊള്ളാമെന്ന് തോന്നിയ ഒരു മരച്ചില്ല പ്രത്യേകം എടുത്ത് സൂക്ഷിച്ചു. വൈകുന്നേരം തബാക്കി വന്ന് പാറപ്പുറത്തെ കൗൺസിൽ യോഗത്തിന് ചെല്ലണമെന്ന് പരുഷമായി പറഞ്ഞിട്ട് പോയി. അത് കേട്ട് മൗഗ്ലി പൊട്ടിച്ചിരിച്ചു. ചിരിച്ചുകൊണ്ട് തന്നെ അവൻ കൗൺസിൽ യോഗത്തിന് പോയി. അഖേല അവൻ്റെ പാറയുടെ ഒരരികിലേക്ക് മാറിയാണ് കിടന്നിരുന്നത്. നേതൃസ്ഥാനം ഒഴിഞ്ഞതിൻ്റെ ലക്ഷണമാണത്. ഷേർഖാനും അവൻ്റെ എച്ചിൽ തിന്നുന്ന കുറെ ചെന്നായ്ക്കളും അഹങ്കാരത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ബഗീര മൗഗ്ലിയുടെ ശരീരത്തോട് ചേർന്ന് നിലത്ത് കിടന്നു. മൗഗ്ലി തൻ്റെ കാൽമുട്ടുകൾക്കിടയിൽ തീച്ചട്ടി മറച്ചു വെച്ചിരുന്നു. എല്ലാവരും എത്തിച്ചേർന്നപ്പോൾ ഷേർഖാൻ പ്രസംഗം തുടങ്ങി. മുമ്പ് അഖേലയുടെ ആയ കാലത്ത് ഇങ്ങനെയൊന്ന് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല.
ഷേർഖാൻ എന്ത് ഇവിടെ കാര്യം? ബഗീര മന്ത്രിച്ചു. എണീറ്റ് ചോദിക്ക്, അവനൊരു പേടിത്തൊണ്ടനാണ്, വിരണ്ടു പോകും. ബഗീര മൗഗ്ലിയുടെ കാതിൽ മന്ത്രിച്ചു. മൗഗ്ലി ചാടി എണീറ്റ് വിളിച്ചു ചോദിച്ചു, സ്വതന്ത്ര ജീവികളെ, ഷേർഖാനാണോ സംഘത്തിന്റെ നേതാവ്? ചെന്നായ്ക്കൂട്ടത്തിന്റെ നേതാവാകാൻ കടുവയ്ക്ക് യോഗ്യതയുണ്ടോ? നേതൃസ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്നതിനാലും എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടതുകൊണ്ടുമാണ് ഞാൻ സംസാരിച്ചത്, ഷേർഖാൻ പറഞ്ഞു. ആരാവശ്യപ്പെട്ടു? മൗഗ്ലി ചോദിച്ചു. മാടുതീനിയുടെ പിന്നാലെ വരാൻ ഞങ്ങളെല്ലാവരും കുറുക്കന്മാരാണെന്ന് നീ വിചാരിച്ചോ? സംഘത്തിന്റെ നേതാവ് സംഘത്തിലുള്ള ഒരാൾ തന്നെ ആയിരിക്കും, മൗഗ്ലി വീണ്ടും വിളിച്ചു പറഞ്ഞു. സഭയിലാകെ ബഹളമായി. മനുഷ്യക്കുട്ടി മിണ്ടരുത്, ചിലർ ആക്രോശിച്ചു. അവൻ പറയുന്നത് ന്യായമാണ്, മറ്റൊരു കൂട്ടർ വിളിച്ചു പറഞ്ഞു. ഒടുവിൽ മുതിർന്ന ചിലർ ഇടപെട്ടു. ചത്തുപോയവൻ പറയട്ടെ, അവർ കൽപ്പിച്ചു. നായാട്ടിൽ പരാജയപ്പെട്ട സംഘത്തലവൻ ജീവിച്ചിരുന്നാലും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ചത്തുപോയ ചെന്നായ തന്നെ. അവന് കൂടുതൽ നേരം ജീവിച്ചിരിക്കാൻ സാധ്യവുമല്ല. കിഴവൻ അകേല മെല്ലെ തലയുയർത്തി ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു, സ്വതന്ത്ര ജീവികളെ, ഷേർഖാന്റെ കുറുക്കന്മാരെ, ദീർഘകാലമായി അനേകം നായാട്ടുകളിൽ ഞാൻ നിങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്നേ വരെ നിങ്ങളിൽ ഒരാൾ പോലും കെണിയിലകപ്പെടുകയോ ആർക്കെങ്കിലും മുറിവ് പറ്റുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ പരാജയപ്പെട്ടു. അതൊരു ചതിയായിരുന്നെന്ന് നിങ്ങൾക്കറിയാം. എൻ്റെ ദൗർബല്യം മനസ്സിലാക്കിക്കൊണ്ട് മെരുങ്ങാത്ത ഒരു കലമാനിൻ്റെ മുന്നിൽ എന്നെക്കൊണ്ട് ചാടിച്ചു. ബുദ്ധിപൂർവമായി എന്നെ പറ്റിച്ചു. ഇവിടെ ഈ പാറയിൽ വെച്ചെന്നെ കൊല്ലാനുള്ള അവകാശമുണ്ട് നിങ്ങൾക്ക്. അകേലയെ കൊല്ലാൻ ആരാണ് മുന്നോട്ട് വരുന്നത്? കാട്ടിലെ നിയമമനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരായി വേണം എന്നെ നേരിടാൻ. കുറെ നേരം ആരും ഒരക്ഷരവും ഉരിയാടിയില്ല. അകേലയോട് ഒറ്റയ്ക്ക് പൊരുതാൻ ഒരു ചെന്നായിയും ധൈര്യപ്പെട്ടില്ല. അപ്പോൾ ഷേർഖാൻ അലറി, ഭാ, പല്ലുപോയ ഈ കിഴവൻ ഇവിടെ എന്ത് കാര്യം? ഈ കിഴവനെ എന്ത് ചെയ്യണം? ഇവനെ കൊല്ലണമെന്നാണ് നിയമം. ഈ മനുഷ്യക്കുട്ടിയെ എന്നേ കൊല്ലേണ്ടതായിരുന്നു. സ്വതന്ത്ര ജീവികളെ, ആദ്യം ഈ മനുഷ്യക്കുട്ടിയെ ഞാൻ ഭക്ഷിച്ചോട്ടെ. ഇവനെ എനിക്ക് തരിക. ഈ മനുഷ്യ ചെന്നായെ കൊണ്ട് ഞാൻ സഹികെട്ടു. ഈ കാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവനുണ്ടാക്കിയത്. അവനെ എനിക്ക് താ, ഇല്ലെങ്കിൽ ഇവിടം ഞാൻ എൻ്റെ താവളമാക്കും. ഒരെല്ലിൻ കഷ്ണം പോലും നിങ്ങൾക്ക് തരൂല്ല. ഇവനൊരു മനുഷ്യനാണ്, മനുഷ്യന്റെ കുട്ടി. ഇവനെ കാണുമ്പോൾ എൻ്റെ കൈകൾ തരിക്കുന്നു. കൂട്ടത്തിലെ പകുതിയിലധികം മൃഗങ്ങളും ഒന്നിച്ചാക്രോശിച്ചു. മനുഷ്യൻ, മനുഷ്യൻ, ഒരു മനുഷ്യന് ഇവിടെ എന്ത് കാര്യം? അവൻ അവൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോകട്ടെ. എന്നിട്ട് ഗ്രാമത്തിലുള്ളവരെയെല്ലാം ഞങ്ങൾക്ക് നേരെ തിരിച്ചുവിടട്ടെ എന്നായിരിക്കും. ഷേർഖാൻ പല്ലിറുമി. അത് വേണ്ട, അവനെ എനിക്ക് വിട്ടുതാ. അവനൊരു മനുഷ്യനാണ്. അവൻ്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കാനുള്ള കഴിവ് നമ്മളിൽ ആർക്കുമില്ല. അകേല വീണ്ടും തല ഉയർത്തി. ഇവൻ ഞങ്ങളുടെ ആഹാരം കഴിച്ചു, ഞങ്ങളുടെ അടുത്ത് കിടന്നുറങ്ങി, ഞങ്ങളോടൊപ്പം ഇര തേടി. കാട്ടിലെ നിയമങ്ങളൊന്നും ഇവൻ ലംഘിച്ചിട്ടില്ല. അകേല ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. ഇവനെ സ്വീകരിച്ചതിന് പ്രതിഫലമായി ഞാനൊരു കാളയെ തന്നു. ഒരു കാളയുടെ വില തുച്ഛമായിരിക്കാം, എങ്കിലും ബഗീരയോട് പറഞ്ഞ വാക്ക് തെറ്റിച്ചുകൂടാ. മാനം കാക്കാൻ അവൻ ചിലപ്പോൾ പൊരുതിയെന്നിരിക്കും. മൃദുവായ സ്വരത്തിൽ ബഗീരയും പറഞ്ഞു. 10 വർഷം മുമ്പ് കൊടുത്ത ഒരു കാളയുടെ വില. ചെന്നായ്ക്കൂട്ടം പല്ലിളിച്ചു. ആ എല്ലുകളൊക്കെ എന്നേ ദ്രവിച്ചുപോയി. അപ്പോൾ പറഞ്ഞ വാക്കിന് വിലയില്ലേ? ബഗീരയുടെ വെളുത്ത പല്ലുകൾ പുറത്തു കണ്ടു. നിങ്ങളെയാണോ സ്വതന്ത്ര ജീവികളെന്ന് വിളിക്കുന്നത്? മനുഷ്യന്റെ കുട്ടിക്ക് കാട്ടിലെ ജീവികളുമായി രക്തബന്ധമില്ലെങ്കിലും ഇവൻ നമ്മുടെ സഹോദരനാണ്. ഇവിടെ വെച്ച് ഇവനെ കൊല്ലണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ വളരെ കാലം ജീവിച്ചു, പലതും കണ്ടു. നിങ്ങളിൽ ചിലർ കന്നുകാലികളെ തിന്നുന്നതായും മറ്റു ചിലർ ഷേർഖാൻ പറഞ്ഞത് കേട്ട് രാത്രി കാലങ്ങളിൽ ഗ്രാമത്തിൽ ചെന്ന് കുട്ടികളെ പിടിച്ചുകൊണ്ടു പോകുന്നതായും ഞാൻ അറിഞ്ഞു. നിങ്ങൾ ഭീരുക്കളാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഭീരുക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഞാൻ മരിക്കണം. എൻ്റെ ജീവന് ഒരു വിലയുമില്ല. അല്ലെങ്കിൽ ഈ മനുഷ്യക്കുട്ടിക്ക് പകരം എൻ്റെ ജീവൻ ഞാൻ തരുമായിരുന്നു. പക്ഷേ സംഘത്തിന് ഒരു അന്തസ്സുണ്ടെന്ന കാര്യം നേതാവില്ലാത്ത നിങ്ങൾ മറന്നു പോകരുത്. ഈ മനുഷ്യക്കുട്ടിയെ അവൻ്റെ സ്ഥലത്തേക്ക് വിട്ടയക്കുകയാണെങ്കിൽ എനിക്ക് മരിക്കേണ്ട സമയമാവുമ്പോൾ ഒരു പല്ല് പോലും പുറത്തു കാണിക്കാതെ കീഴടങ്ങിക്കൊള്ളാമെന്ന് ഞാനിതാ സത്യം ചെയ്യുന്നു. അന്ന് ഞാൻ പൊരുതാതെ തന്നെ മരിച്ചോളാം. കുറഞ്ഞ പക്ഷം 3 ജീവനെങ്കിലും അങ്ങനെ രക്ഷപ്പെടും.
ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാനില്ല. നിങ്ങൾ മനസ്സ് വെച്ചാൽ നിരപരാധിയായ, കാട്ടിലെ നിയമമനുസരിച്ച് സംഘത്തിൽ ചേർന്ന ഒരു സഹോദരനെ കൊന്നു എന്ന നാണക്കേട് നിങ്ങൾക്കൊഴിവാക്കാം.